പരിചയപ്പെടുത്തി. ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ്. എന്തുകൊണ്ട് ഈ ഒരു അവസരത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യം പറഞ്ഞ ഇത്രയേ ഉള്ളൂ. എന്റെ ഒരു തിരിച്ചറിവാണ്. അതെന്താണ് തിരിച്ചറിവെന്ന് ചോദിച്ചാൽ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ സമയ സ്വാതന്ത്ര്യം, സാമ്പത്തിക സ്വാതന്ത്ര്യം നമ്മൾ അടിസ്ഥാനപരമായിട്ട് പറയും. പക്ഷെ ഇതൊന്നും അല്ല. ഞാൻ ഈ പ്ലാന് കേട്ടോണ്ടിരുന്നപ്പോഴും ഇങ്ങനെ ഓരോ പേജുകൾ മറിച്ചപ്പോഴും ഒരു 50 ലക്ഷം രൂപയുടെ ഒരു പ്രീമിയം കാർപ്പുണ്ട്. അപ്പൊ നിങ്ങൾ പ്ലാന് കേട്ടപ്പോൾ എന്തെങ്കിലും കാര്യം കണ്ടാണ്. അപ്പൊ ഞാൻ വിചാരിച്ച എന്തായാലും ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് ഒരിക്കലും ഒരു 50 ലക്ഷം രൂപ പ്രീമിയം കാർപ്പുണ്ട് കിട്ടില്ല. 50 ലക്ഷം രൂപ ലോട്ടറി അടിച്ചാൽ പോലും നമുക്ക് കിട്ടുന്ന 37% കിട്ടും. അപ്പൊ ഞാൻ ഉടനെ തന്നെ മേഡത്തോട് ചോദിച്ചു. അപ്പൊ അതിന് മുന്നേ ഈ ഒരു അവസരത്തെ കൊണ്ടുവന്ന വ്യക്തി ഒരിക്കലും പറയാൻ പറ്റില്ല. നീതുപീഠം വഴിയാണ് ഞാൻ ഈ ഒരു അവസരത്തിലേക്ക് വന്നത്. അപ്പൊ മേഡം ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എനിക്ക് ഈ ഒരു 50 ലക്ഷം രൂപ എനിക്ക് വേണം. അതിന് വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചു. അപ്പൊ മേഡത്തിന് കൂടുതലൊന്നുമില്ല, ഒരു വർഷം ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒരു 3 വർഷം സാധനം നിങ്ങളിവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ ഒരു റാങ്ക് അടുപ്പിച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെ വേറെ നോക്കിയില്ല, നേരെ തന്നെ ഞാൻ എന്റെ ലീവ് അപ്രൂവ് എടുത്ത് 3 വർഷത്തെ ഒരു ലീവ് എഴുതി വെച്ചിട്ട് ഞാൻ ഇറങ്ങി. ഇന്ന് കമ്പനിയുടെ 4ാമത്തെ റാങ്കിൽ നിൽക്കുകയാണ്. ഒരു കാരണം ഒരു ഡേറ്റ് കൂടി ആയിട്ടുണ്ട്. 2025 മെയ് മാസം 31-ാം തീയതി ദിവസം ഉണ്ടെങ്കിൽ ഈ പറയുന്ന 50 ലക്ഷം രൂപ എന്റെ അക്കൗണ്ടിലേക്ക് ഞാൻ വെച്ചു. ആ സമയത്ത് എന്റെ കൂടെ നിൽക്കുന്ന മറ്റ് എന്റെ പാർട്ട്നേഴ്സിന് ആലോചിച്ച് നോക്കണം. ഏകദേശം ഞാൻ ഈ ഒരു റാങ്കിൽ എത്തുമ്പോഴേക്കും എന്റെ അക്കൗണ്ടിലേക്ക് ഏകദേശം ഒരു 1.5 കോടി രൂപ ക്രെഡിറ്റ് ആവും. അപ്പൊ എന്റെ കൂടെ നിൽക്കുന്ന വ്യക്തികൾക്ക് മിനിമം 1.5 കോടി വെച്ച് അവർക്കും കിട്ടും. അതുകൂടി നമ്മളൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയും, നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നില് ആരുടെയെങ്കിലും മുന്നിൽ ഈ സാമ്പത്തികത്തിന് വേണ്ടി തല കുനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റൽ നമ്മുടെ ബന്ധുവിനെ കൊണ്ടുപോകുമ്പോൾ ഒരു ബില്ല് കാണിച്ചിട്ട് അത് വാങ്ങിക്കാൻ പൈസ ഇല്ലാതെ നഷ്ടം തിരിയുന്നുണ്ടെങ്കിൽ, സാമ്പത്തികത്തിന്റെ പേരിൽ ഒരുപാട് സ്ഥലത്തൊക്കെ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് തറപ്പിച്ച് പറയുന്നത്. നിങ്ങൾ ജീവിതത്തിൽ ഫെയിലിയർ തോന്നിയ ഒരു അവസരം കൂടി എനിക്ക് അന്നുണ്ടായി. കാരണം ഈ പ്ലാൻ എല്ലാം പറഞ്ഞു തീർന്നുണ്ടെങ്കിൽ മേഡം പറഞ്ഞൊരു 23,000 സംതിങ് രൂപ ഒരു പാക്കേജ് എടുക്കണമെന്ന് പറഞ്ഞ് അവിടെ ഞാനൊന്ന് പകരി. കാരണം അന്ന് 69,000 ശമ്പളം വാങ്ങുന്ന എന്റെ അക്കൗണ്ടിലേക്ക് 2,000 തികച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും സേഫ് അല്ല. കാരണം ആ ദിവസം എന്റെ വൈഫിനോ മക്കൾക്കോ സ്റ്റെയർ കേസിൽ കയറിയോ കയ്യല്ലാതെ പൊട്ടവെല്ലാം ചെയ്തെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരിക്കലും നമ്മൾ ഒരു രീതിയിൽ നമ്മൾ സേഫ് അല്ലെന്ന് മനസ്സിലായി. ബിസിനസ് ചെയ്യുന്നവരുടെ കയ്യിലെ പൈസ ഉണ്ടെന്ന് പറയാം. ആ ഒരു തിരിച്ചറിവുകൊണ്ടാണ് ഞാൻ ഈ അവസരത്തിലേക്ക് തൊട്ട് പിന്നെ 24 മണിക്കൂറിൽ ജോലി ചെയ്യുകയും ആത്മാർത്ഥമായിട്ട് ഈ ഒരു അവസരത്തിൽ നിൽക്കുകയും ചെയ്യുന്നത്. എന്തായാലും വന്ന എല്ലാവരും, നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിളിച്ചിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ വിചാരിക്കണം ആ വ്യക്തി നിങ്ങളുടെ ദൈവദൂതനെന്ന് വിചാരിച്ചോളൂ. കാരണം ആ ഒരു വ്യക്തി വഴിയാണ് നിങ്ങളുടെ ലൈഫ് മാറ്റി പറയാൻ പോകുന്നത്. എല്ലാവർക്കും താങ്ക് യു സാർ. താങ്ക് യു ലീഡേഴ്സ്. മാനേജേഴ്സിനെ ഉൾപ്പെടെ ക്രിയേറ്റ് ചെയ്ത ലീഡേഴ്സ് ആണ്. അപ്പോ എല്ലാ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. വാം വെൽക്കം ഓൾ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ്. എന്തായാലും സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സ് ആണ്. അപ്പോൾ ഇതിലും നമുക്ക് ഒരാൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം, അല്ലേ? നമുക്ക് ഒരാൾക്ക് എക്സ്പീരിയൻസ് കൊടുക്കാം. ആര് കടന്നു വരും? ഓക്കെ, താങ്ക് യു. എൻ്റെ പേര് നഹാസ്. ഞാൻ നെടുമങ്ങാട് സ്വദേശിയാണ്. നിലവിൽ ഒരു ട്രഡീഷണൽ മേഖലയിൽ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ പ്രോജക്റ്റ് കേട്ടത്. എന്നോടൊപ്പം നിന്ന ഒരു അധ്യാപിക കൂടിയായിട്ടുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് ബിസിനസ് അവസ്ഥ എൻ്റെ ഫാമിലിയിലേക്ക് തന്നത്. ഏകദേശം 1 വർഷം പിന്നിടുന്നു. എൻ്റെ കമ്പനിയുടെ 5ാമത്തെ റാങ്കിലാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ഈ ബിസിനസ് ആദ്യമായി കേട്ട ഓരോരുത്തരോട് എനിക്ക് മനുഷ്യരോട് പറയാനുള്ളത്, ഇവിടെ ഒരു വിദ്യാഭ്യാസമോ വേറെ ഒന്നും ഇവിടെ പ്രശ്നമല്ല. കാര്യം ഇറങ്ങിത്തിരിക്കാനുള്ള ഒരു മനസ്സ്, എന്തും വെട്ടിപ്പിടിക്കാനുള്ള ഒരു മനസ്സ്, അത് മാത്രം മതി വിജയകാലത്ത് നിന്ന് കോടികൾ നേടിയെടുക്കാൻ. കാര്യം ഇന്ന് ബോബി സാറിന്റെ ഒരു ചാരിറ്റി, അത് നമുക്ക് വലിയൊരു നന്മയായിട്ടാണ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നത്. അപ്പൊ അത് നമ്മളൊന്ന് ഏറ്റെടുത്തുകൊണ്ട് നമ്മളൊന്ന് മുന്നേറിയാൽ നമുക്കും അതുപോലെ നല്ലൊരു പൊസിഷനായി മാറാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്ന് മാത്രം ഞാൻ ഉണർത്തുന്നു. ഓക്കെ, നല്ലൊരു കൈ കൊടുക്കുക. കാരണം ഞാനും സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ. ഞാൻ ഈ ബിസിനസ്സില് എന്റെ പേര് പരിചയപ്പെട്ടില്ല. എന്റെ പേര് രഹന എന്നാണ്. താമസിക്കുന്നത് പൂവച്ചൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇന്ന് വിജയിക്കാട്ട് എന്ന് പറയുന്ന ഈ ഒരു ദൈവസ്പർശമുള്ള പ്രോജക്റ്റിലേക്ക് കടന്നു വരുന്നതിന് മുന്നേ
നഴ്സിംഗ് മേഖലയിൽ വർക്ക് ചെയ്ത ഒരു വ്യക്തിയാണ്. ഒരുപാട് ഇഷ്ടപ്പെട്ട് പഠിച്ചൊരു കോഴ്സാണ്. പക്ഷെ ആ ഫീൽഡിൽ നിന്നിട്ട് നമുക്കൊക്കെ കഷ്ടപ്പെടാൻ മാത്രം ഒരു കുറവുമില്ല. പക്ഷെ ഇങ്ങോട്ട് കിട്ടുന്ന ഇൻകത്തിന് എന്താ പറയാ, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഇൻകം ഒന്നും കിട്ടുന്നില്ല. പക്ഷെ അവിടെ നിന്നൊക്കെ നേരത്തെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു വിജയകുമാർ സാർ പറഞ്ഞ പോലെ ഒരു തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു പ്രോജക്റ്റിലേക്ക് കടന്നു വന്നത്. ജസ്റ്റ് ഒന്ന് എന്താ പറയാ, നഷ്ടമൊന്നുമില്ലല്ലോ, അങ്ങോട്ട് കയറി നിൽക്കാന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോജക്റ്റ് ആണ്. ഇന്നെന്റെ ലൈഫ് തന്നെ മാറ്റിമറിച്ച ഒരു പ്രോജക്റ്റ് ആണ്. അതെന്താ ഒരുപാട് സന്ദേശങ്ങൾ ഇന്ന് എനിക്കുണ്ടായ മാറ്റം, ഇന്നിവിടെ ഇരിക്കുന്ന എല്ലാ വ്യക്തികളെക്കാളും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 3 വ്യക്തികൾ ഇന്നിവിടെ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അതായത് എന്റെ വീടിനടുത്തുള്ള എന്റെ ഗസ്റ്റുകളാണ്. അതായത് ഇന്ന് ഈ ഒരു രഹിതയ്ക്ക് ഉണ്ടായ മാറ്റം എന്താണെന്ന് അവരടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. കാരണം ഒരു വ്യക്തിയോട് പോലും മിണ്ടാത്ത, അല്ലെങ്കിൽ ഒരു വേദിയിലും ഒരാളോടും സംസാരിക്കാത്ത, ഒരു 2 വ്യക്തികളടുത്ത് പോലും ഒന്നും പറയാൻ പറ്റാത്ത രഹിതയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഈ കമ്പനിയിലൂടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്റെ മാത്രം കഴിവൊന്നും അല്ല. ഇന്ന് എന്നെ ഈ ബിസിനസ്സിൽ എന്റെ തുടക്കം മുതൽ എന്നെ ഇതുവരെ എത്തിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാല് എന്റെ ഗ്രേറ്റ് ലീഡർ, എന്റെ ഗ്രേറ്റ് മോട്ടിവേറ്റർ ആയിട്ടുള്ള ഇന്ന് കമ്പനിയുടെ തന്നെ ഡിവിഷണൽ സെയിൽസ് ടീം മാനേജറായിരിക്കുന്ന മാത്രമല്ല, നമ്മളൊക്കെ ആദ്യം ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത സമയത്ത് വലിയ സ്വപ്നങ്ങളൊന്നുമില്ല. കാരണം എന്റെ സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബാധ്യതകളുണ്ട്. ഈ ബാധ്യതകൾ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് തീർത്താൽ മതി, ഇതായിരുന്നു എന്റെ സ്വപ്നം. പക്ഷെ ഇന്ന് രഹ്ന എന്ന് പറയുന്ന വ്യക്തിക്ക് സ്വപ്നം കാണാൻ പഠിപ്പിച്ച വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ ആരുമല്ല, ഇന്ന് കമ്പനിയുടെ തന്നെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന റാങ്കിൽ നിൽക്കുന്ന എന്റെ ഗ്രേറ്റ് ലീഡർ, ഗ്രേറ്റ് മോട്ടിവേറ്റർ അനിൽ നെയ്യാറ്റിൻകരസാറാണ്. നമ്മൾ ഓരോ റാങ്കിലോട്ട് കടന്നു വരുമ്പോഴും വന്ന വഴി മറക്കാൻ പാടില്ലല്ലോ. അപ്പോൾ എന്താ പറയാ, എന്നെ ഇതുവരെ എത്തിച്ച എന്റെ ലീഡേഴ്സ് ആണ്. അപ്പൊ അവർക്ക് ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ എന്നെ ഈ വേദിയില് ഈ ഒരു റാങ്കിലേക്ക് എത്തിച്ച ദൈവത്തിനോട് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ എന്തായാലും എന്താ പറയാ, ഒരുപാട് ഹാപ്പിയാണ് ഞാൻ. അപ്പൊ ഇനി അടുത്ത് എന്തായാലും നെക്സ്റ്റ് റാങ്കുകളിലേക്കൊക്കെ പോവാം. അതായത് ഈ കമ്പനിയുടെ തന്നെ ഒരു തിളക്കമുള്ള ഒരു റാങ്കാണ്. പണ്ട് ഗോൾഡ് എന്നൊക്കെ പറയുന്നല്ലേ, നമ്മള് ഒരു തിളക്കമുള്ള ഒരു റാങ്കാണ്. അതായത് ആ ഒരു റാങ്ക് നേരത്തെ സാറ് പറഞ്ഞതുപോലെ 50,000 രൂപയുടെ ബൈക്ക് ഫണ്ട് ഉൾപ്പെടെ അച്ചീവ് ചെയ്തിട്ടുള്ള ലീഡേഴ്സ് ആണ്. അപ്പൊ എന്തായാലും എല്ലാ ഡിവിഷണൽ സെയിൽസ് മാനേജർ ലീഡേഴ്സിനെയും ഞാൻ ഈ വേദിയിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഗുഡ് ഈവനിങ്. ചാർജ് പോരാ. ഗുഡ് ഈവനിങ്. അതാണ് എന്റെ പേര് സുരേഷ് രാജൻ എന്നാണ്. താമസം ട്രിവാൻഡ്രം ജില്ലയിലെ ബാഗാമർദ്ദം എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്താണ്. ഒരു ഓട്ടോ ഡ്രൈവറാണ്. ഒരു സാധാരണ വെറും കച്ചവടക്കാരന്റെ മകനാണ്. ഇന്ന് കമ്പനിയുടെ തിളക്കമുള്ള DSM എന്ന റാങ്ക് ഇന്ന് ഈ നിമിഷം അച്ചീവ് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് സ്വപ്നങ്ങളായിട്ട് ജീവിതത്തിൽ പല മേഖലകൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തില് അതൊന്നും നടക്കില്ല എന്ന തിരിച്ചറിവിലൂടെ മുന്നോട്ട് സഞ്ചരിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് ശരിക്കും ഒരു ദൈവദൂതനെ പോലെ എന്റെ ഗ്രേറ്റ് ലീഡറായ വിനോദ് കോം സാറ് എന്നെ തേടി എത്തുന്നത്. അദ്ദേഹത്തിനൊപ്പം എന്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ ഈ ഒരു ബിസിനസ് കേൾപ്പിക്കാൻ വേണ്ടി വന്നപ്പോ അദ്ദേഹം വിചാരിച്ചത് എന്റെ വീട്ടിൽ ഈ ഒരു ബിസിനസിന്റെ ആവശ്യമില്ല. കാരണം എന്റെ വീടുണ്ട്, കാർ കിടപ്പുണ്ട്, അത്യാവശ്യം സെറ്റിലാണെന്ന് വിചാരിച്ചാണ് എന്റെ വീട്ടിൽ വന്ന് ഈ ബിസിനസ് പറഞ്ഞു തരുന്നത്. കേട്ട സാഹചര്യത്തില് ഞാനും നെഗറ്റീവോടെയാണ് ഈ ബിസിനസ് കേട്ടത്. പക്ഷേ കേട്ട് 3ാമത്തെ പേജ് പറഞ്ഞപ്പോ ഡോക്ടർ ബോബി ചമ്മണ്ണൂർ എന്ന് പറഞ്ഞൊരു വ്യക്തിയെ അദ്ദേഹത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ മുതൽ ആവേശത്തോടെ ഈ ബിസിനസ് കേൾക്കുകയും ഇഷ്ടപ്പെടുകയും ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ച് നിന്ന സാഹചര്യത്തിൽ ഫോമൊക്കെ ഫില്ല് ചെയ്തു. ഏകദേശം ഒരു 25,125 രൂപയുടെ പ്രോഡക്റ്റും സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിൽ കയറി പോകുമ്പോ അദ്ദേഹം വിചാരിച്ചത് പേയ്മെന്റ് എടുക്കാൻ പോകുന്നതാണ്. കാരണം വീടും സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ഓൾറെഡി സെറ്റ് ആണ്, അവരുടെ കയ്യിൽ എടുക്കാൻ പൈസ ഉണ്ടാവും. ഞാൻ എടുത്തുകൊണ്ട് കാണിച്ചത് 4 ജപ്തി നോട്ടീസാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ഷേക്കൻ എടുത്തിട്ട് ഒരൊറ്റ വാക്ക് പറഞ്ഞു, സാറെ കൊക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ സുരേഷ് രാജൻ 24 മണിക്കൂറിനകത്ത് വെച്ചിട്ട് ഫിജിക്കാട് എന്ന് പറഞ്ഞ ദൈവസ്പർശമുള്ള പ്രോജക്റ്റില് കടന്നു വന്നിരിക്കുമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം യുണൈറ്റഡ് സ്റ്റീൽ എന്ന് പറഞ്ഞ നേരിങ്ങനെ ബിഷപ്പ് ഹൗസിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ
ഈ ഒരു പേയ്മെന്റ് അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്ന് കൊടുക്കുകയും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയും കൂടെ ചേർത്ത് നടത്തുകയും ഇന്ന് കമ്പനിയുടെ ടോപ്പ് റാങ്കിലോട്ട് എത്തിക്കുന്ന ലെവലിലോട്ട് എത്തിക്കുകയും ചെയ്ത എന്റെ ഗ്രേറ്റ് ലീഡറായ വിനോദ് സാറ് ഈ വേദിയിലൂടെ പങ്കെടുത്തിട്ടുണ്ട്. എനിക്കൊരു സന്തോഷമുണ്ട് ഇന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് ബിസിനസ് ചെയ്യാൻ സാധിച്ചതിലും ഇന്ന് അതിലൂടെ എനിക്ക് കാണു കിട്ടിയ ഒരു ജ്യേഷ്ഠനായിട്ടാണ് കാണുന്നത്. ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു, അദ്ദേഹത്തിനെ ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ജന്മം തന്ന് നമുക്ക് ആഹാരം തന്ന് വളർത്തി വലുതാക്കുന്ന ഒരു വ്യക്തിയുണ്ട് അല്ലേ, നമ്മുടെ അച്ഛൻ. ആ അച്ഛന്റെ സ്ഥാനത്ത്, ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് കാണാൻ പറ്റുന്ന ഏറ്റവും എന്റെ ഗ്രേറ്റ് ലീഡർ തന്നെയാണ്, എന്റെ ജ്യേഷ്ഠനായിട്ടാണ് ഇതിനെ കാണുന്നത്. കാരണം എന്റെ ലൈഫിൽ പകരുന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ എന്താ നീ അറിയിക്കൂ എന്ന് പറഞ്ഞ ഒരു താങ്ങായിട്ട് തള്ളായിട്ട് നിന്ന എന്റെ ഗ്രേറ്റ് ലീഡറാണ് വിനോദ് സാറ്. ഇന്ന് എന്റെ അച്ചീവ്മെന്റ് അദ്ദേഹത്തിന്റെ വലിയൊരു അച്ചീവ്മെന്റ് ആണ്. അതിലുപരി എന്റെ ടീമിൽ തന്നെ ഏകദേശം ഒരു 3ഓളം SPM റാങ്കിൽ നിൽക്കുന്ന ലീഡേഴ്സ് ഇവിടെ ഉണ്ട്. ഏകദേശം ഒരു 40ഓളം അച്ചീവേഴ്സ് കൂടെ ഉണ്ട്. സ്വപ്നം കാണാൻ പഠിപ്പിച്ച എന്റെ ചേർന്നായ വിനോദ് സാറിന് മുഖാന്തരം എനിക്കും എന്റെ കൂടെയുള്ള ഒരുപാട് പേർക്ക് സ്വപ്നം കാണാൻ പഠിപ്പിക്കാൻ പറ്റി. ശരിക്കും പറഞ്ഞാല് നമ്മളെ പോലുള്ള ഒരുപാട് സാധാരണക്കാരന് രക്ഷപ്പെടാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ഓപ്പർച്യൂണിറ്റിയാണ് ഫിജി കാർഡ്. 2025 ഒരു വർഷം ലൈഫില് ആരൊക്കെ മാറണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരുടെ ലൈഫെല്ലാം മാറ്റാൻ പറ്റുന്ന ഏറ്റവും നമ്പർ 1 ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഫിജി കാർഡ് എന്നുള്ള സംരംഭം. ഇപ്പൊ തന്നെ നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും. എന്റെ ഗ്രേറ്റ് ലീഡർ ഈ കഴിഞ്ഞ 11-ാം തീയതി ഇറക്കിയ ഒരു 24 ലക്ഷം രൂപയുടെ കാർ ഗ്രൂപ്പില് ഉള്ള ആൾക്കാരൊക്കെ മിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ ഓരോ അച്ചീവ്മെന്റും സാധിച്ചെടുക്കുമ്പോൾ അതിലൂടെ നമുക്കും അതുപോലെ ആവേശത്തോടെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്നെ പോലെ ഒരു സാധാരണക്കാരനായ ഒരു 10ാം ക്ലാസ്സുകാരനായ ഒരു സുരേഷ് രാജൻ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അവിടെ എത്താൻ പറ്റും. അതിലുപരി എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്റെ ഗ്രേറ്റ് ലീഡർ സോണൽ സെയിൽസ് ടീം മാനേജറായിട്ട് നിന്ന് വർക്ക് ചെയ്യുന്ന നമ്മുടെ സുമേഷ് ബോച്ചൻ സാർ, അതുമാത്രമല്ല ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്ന നാഷണൽ സെയിൽസ് ടീം മാനേജറായി നിൽക്കുന്ന തോമസ് ഓണപ്പില സാർ, ഇവരുടെയൊക്കെ നിർദ്ദേശപ്രകാരം നമ്മൾ മുന്നോട്ട് ചെയ്യാൻ തയ്യാറായപ്പോൾ ആത്മാർത്ഥമായിട്ട് അതിനോടൊപ്പം അവരുടെ വാക്ക് നിഷേധിക്കാതെ ഓരോ വാക്കിനും വിലകൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ചെയ്യാൻ തയ്യാറായപ്പോൾ ഒരു സുരേഷിനൂടെ